സോ ഗൈസ്, നമ്മുടെ മലയാളത്തിൽ നിന്നൊരു ചെറിയ പടത്തിൻ്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്. ഭാസ്കര വരണമെന്നാണ് പടത്തിൻ്റെ പേര്. നമ്മുടെ രൂപേഷ് പീതാംബരൻ, അതായത് നമ്മുടെ മനെ അടുത്തമ്മയുടെ ചെറുപ്പമായിട്ട് അഭിനയിച്ച രൂപേഷ് പീതാംബരൻ. സോറി അതല്ല, എനിക്ക് എപ്പോഴും ഈ ലാലേട്ടനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ അത് വരും. അത് ലാലേട്ടനെ പറ്റി ആര് സംസാരിച്ചാൽ അത് വരും. അതാണ് ലാലേട്ടൻ്റെ പ്രത്യേകത. സോ നമുക്ക് രൂപേഷ് പീതാംബരൻ്റെ മൂന്നാമത്തെ ചിത്രം, എനിക്കൊന്ന് പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, പുള്ളി അഭിനയിക്കുന്നുണ്ട്. പുള്ളിയുടെ മൂന്നാമത്തെ സിനിമയാണെന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം തീവ്രം, യൂട്യൂബ് റൂട്ടസ്, അത് കഴിഞ്ഞ് ഈ പടമാണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി വേറെ ഫോളോ ചെയ്യാൻ പറ്റിയൊരു ഡയറക്ടറാണ്. അങ്ങനെ ചുമ്മാ ചപ്പർ പോലെ പടം ചെയ്യുന്ന ആളെ എന്തെങ്കിലും ഒരു സംഭവം ട്രൈ ചെയ്യും പുള്ളി. അതെ. അന്നേരം തീവ്രവും എനിക്ക് പേഴ്സണലി അന്ന് കണ്ട സമയത്ത് രസം ഉണ്ടായിരുന്നു തോന്നിയ പടമാണ്. യൂട്യൂബ് റൂട്ടസും അന്ന് കണ്ടപ്പോൾ എനിക്ക് തെറ്റില്ലാത്തൊരു സിനിമയാണ്. കുറച്ച് ഫണ്ണൊക്കെ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും പടം അത്ര വർക്കായില്ല. സോ നമുക്ക് ഭാസ്കര ഭരണത്തിൻ്റെ ടീസർ ഒന്ന് കണ്ടാകാം. പാലക്കടിച്ച് കൊന്നാലോ? മാനസികമായി പീഡിപ്പിച്ചു കൊല്ലാം. അത് പൊളിക്കും. അല്ല, നിങ്ങൾ ആരെ കൊന്ന കാര്യം പറയണേ? എന്റെ ഭർത്താവിന്. മൈ ഡാഡി. എന്റെ മുതലാളി. 3 പേര്? അല്ലല്ല, ചേച്ചിയുടെ ഭർത്താവാണ് ഉണ്ണിയുടെ അച്ഛൻ. ഉണ്ണിയുടെ അച്ഛനാണ് എന്റെ മുതലാളി. ഒരൊറ്റ ആൾ. വൺ മാൻ. ഞങ്ങളൊരു കുടുംബം പോലെയാ. വൺ ഫാമിലി. കുടുംബമാണ് എന്റെ ദൈവമേ. ഭാസ്കര മരണമാണോ ഉദ്ദേശിക്കുന്നത്? മരണത്തിന് ചുമല. നമ്മൾ ആക്ച്വലി ഇന്നലെ ഒരു ഡിസ്കഷൻ ചെയ്തിരുന്നു. നമ്മുടെ ഈ അടുത്ത മലയാള സിനിമകളിൽ, ഈ പറഞ്ഞ മലയാള സിനിമ എന്നല്ല, മൊത്തത്തിൽ നമ്മൾ കാണുന്ന കുറച്ചധികം പടങ്ങളിൽ ഈ ഫാമിലി ഒരു ക്രൈം ചെയ്യുന്നു, ഇൻവോൾവ് ആവുന്നു. അത് കോമഡി. അതിനകത്ത് ഡാർക്ക് കോമഡി. ഇപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള 2-3 ജോണർ കണ്ടു. ഇപ്പോൾ ദൃശ്യം എടുത്താൽ നമുക്ക് ഡ്രാമയാണെങ്കിൽ, അപ്പുറേ ഗ്ലാസ് എടുത്താൽ ആക്ഷൻ പടം, പിന്നെ അതിനിടയ്ക്ക് മോഹിനിയാട്ടം, പിന്നെ മറ്റേ ഹിന്ദിയിൽ നിന്ന് മാബേൻ അല്ലേ. ഇതാ ഇപ്പോൾ ഭാസ്കര ഭരണം. മോഹിനിയാട്ടത്തിൽ അച്ഛൻ്റെ പേരെന്തായിരുന്നു? ഭരതനല്ലേ? ഭരതൻ. ഭാസ്കരൻ. ആക്ച്വലി ഇത് കാണുമ്പോഴേ എനിക്ക്, ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തൊരു സബ്ജക്റ്റ് ഉണ്ട്. അതായത് അവൻ്റെ തരുന്ന അവനൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഫുൾ എഴുതിയിട്ട് ഞാൻ അതിൽ കുറച്ച് കോറേറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിൽ ഈ സിമിലർ ഐഡിയ തന്നെ, ബട്ട് ഈ അച്ഛൻ ക്യാരക്ടർ ഒരു മുത്തച്ഛനായിരുന്നു. മുത്തച്ഛനെയാണ് ആക്ച്വലി ഇതുപോലെ കൊച്ചുമക്കൾ ചേർന്നുകൊണ്ട് ഇത് ചെയ്യാൻ പോകുന്നതിനൊരു ഒരു ലൈനായിട്ട് സംഭവം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ തമിഴിലുള്ള ആളെ ആയിരിക്കത്തില്ലേ ഒരു? മറ്റേ പുള്ളിക്കാരത്തിന് ഹസ്ബൻഡ് എന്നല്ലേ പറഞ്ഞത്? അതെ, അത് ലേറ്റ് രണ്ടാമത് കല്യാണം കഴിച്ച്, മനസ്സിലായി, സെക്കൻഡ് മാരേജോ അങ്ങനെ ആയിരിക്കണം. അതായിരിക്കും അതിൻ്റെ ഒരു ലൈൻ തോന്നുന്നു. സോ ഇപ്പോൾ ഇനി ഇത് കണ്ടുകൊണ്ടാണ് എനിക്ക് അതാ ഓർമ്മ വന്നത്. ബട്ട് എനിവേ, ഏതായാലും പടം വരട്ടെ. ചെറിയ പടമാണെന്ന് തോന്നുന്നു കേട്ടോ. ബജറ്റ് വൈസ് വളരെ ചെറിയ പടമാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ തിയേറ്ററിൽ വലിയ റിലീസ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. എന്നാലും ഈ ടൈപ്പ് ഓഫ് പടങ്ങൾ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഒരു നമ്മൾ കാണാൻ നടത്തും. ഇവരൊരു ടൈം ഫ്രെയിം നോക്കിയിരിക്കുവായിരുന്നു തോന്നി. നേരത്തെ വല്ലതും എടുത്തിട്ട് ഈ മോഡൽ ഇപ്പോൾ ഇതിനൊരു നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് അറിയാവുന്ന ഇതിപ്പോൾ കറക്റ്റ് ടൈമാണ്. അതെ, നമ്മളിപ്പം ബാക്ക് ടു ബാക്ക് ഇങ്ങനത്തെ കുറച്ചധികം പടങ്ങൾ. ഫാമിലി ഈസ് എവരിത്തിങ്. നമ്മുടെ ഒരു ചെറിയ ഡിസ്കഷൻ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നു.